കഴിഞ്ഞ ദിവസമുണ്ടായ ഹാത്രസ് അപകടത്തെക്കുറിച്ചാണ് ഇന്ന് ഡീകോഡിൽ വിശദമായി ചർച്ച ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ ഹാത്രസിൽ ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ അപകടത്തിൽ 122 പേരാണ് മരിച്ചത്. ഭോലെ ബാബ എന്ന ആൾ ദൈവത്തിന്റെ പ്രാർത്ഥനാ ചടങ്ങായ സത്സംഗിൽ പങ്കെടുക്കുന്നതിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് 122 പേർക്ക് ജീവൻ നഷ്ടമായത്. തിരക്കിൽപ്പെട്ട് വീണവരുടെ മുകളിലേക്ക് വീണ്ടും ജനക്കൂട്ടം എത്തിയതാണ് മരണസംഖ്യ ഇത്തരത്തിൽ വർദ്ധിക്കാൻ കാരണം. അനൌദ്യോഗിക കണക്കുകൾ നോക്കുകയാണെങ്കിൽ മരണസംഖ്യ ഇതിലും കൂടുതൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ദേവപ്രകാശ് മധുക്കറിനെതിരെ UP പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ യോഗി സർക്കാർ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാന വിഷയം എന്തെന്നാൽ ആൾ ദൈവം ഭോലെ ബാബ ഈ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയിരിക്കുകയാണ് എന്നതാണ്. സംസ്ഥാനത്തിന്റെ അതിർത്തി വിട്ടിരിക്കാം എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. സത്യത്തിൽ ആരാണ് ഈ ഭോലെ ബാബ? സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒന്നും തന്നെ ഇല്ലാതിരുന്നിട്ടും എങ്ങനെ ഇയാൾ ഇത്ര പ്രശസ്തനായി? കോടിക്കണക്കിന് വിശ്വാസികളെ ഇയാൾ എങ്ങനെയുണ്ടാക്കി? ഇയാളുടെ ചരിത്രം എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. നോക്കാം നമുക്ക് വിശദമായി തന്നെ. ഇതാണ് പ്രധാന ചോദ്യം, ആരാണ് ഭോലെ ബാബ എന്നുള്ളത്. ഇയാളുടെ വ്യക്തിഗത വിവരങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾക്ക് പോലും അറിയില്ല എന്നതാണ് സത്യം. ഇയാൾ ഈ ഇത്തരത്തിൽ ആൾദൈവമായതിനു ശേഷമുള്ള വിവരങ്ങൾ മാത്രമാണ് UP ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും ഒക്കെ തന്നെ ഉള്ളത്. ഇനി ഇയാളുടെ ജീവിതചര്യ എങ്ങനെയാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വയം പ്രഖ്യാപിത ആൾ ദൈവമാണ്, ഞാനൊരു ദൈവമാണ് എന്ന മറ്റുള്ളവരെ വിശ്വാസികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഭോലെ ബാബ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷക്കണക്കിന് ആരാധകർ, ശരിക്കും ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞാൽ പോരാ, UPയിൽ മാത്രം വളരെയധികം ആളുകളാണ് ഇയാളുടെ അനുയായികളായി അല്ലെങ്കിൽ വിശ്വാസികളായി ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. UP മാത്രമല്ല, തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള വിശ്വാസികൾ, അനുയായികൾ ഇദ്ദേഹത്തിനുണ്ട്, ഈ ഭോലെ ബാബയ്ക്കുണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന, അവിടെ നിന്നുള്ള ആളുകളുമായി സംസാരിക്കുന്നതിലൂടെ മനസ്സിലാകുന്നത്. ഇയാളുടെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോകൾ, വീഡിയോകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വെള്ളക്കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും, ഇതാണ് വേഷം. ഒരു പ്രഖ്യാപിത ആൾ ദൈവമാണ്. ഇയാളുടെ വേഷം എന്ന് പറയുന്നത് വെള്ളക്കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസുമാണ്. എപ്പോഴും ഇയാളെ പൊതുപരിപാടികളിൽ, ഇത്തരത്തിലുള്ള സത്സംഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള വേഷഭൂഷാദികളിലാണ്. കൊട്ടാര സമാനമായ ആശ്രമത്തിൽ ജീവിതം. UPയിലാണ് 30 ഏക്കറിലേറെ പരന്നു കിടക്കുന്ന നാരായൺ സാഗർ ആശ്രമമാണ്. ഈ ആശ്രമത്തിലാണ് ഇയാൾ താമസിക്കുന്നത്. ഭാര്യയുണ്ട്. ഭാര്യ പലപ്പോഴും ഇത്തരത്തിൽ ഇദ്ദേഹം ഒരുക്കുന്ന സത്സംഗ പരിപാടികളിൽ പലപ്പോഴും മാതാശ്രീ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭാര്യ കൂടി എത്താറുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ആശ്രമത്തിൽ ദിവസേന 10,000-കണക്കിന് ആളുകൾ വന്നു പോകുന്നുണ്ട്, അനുയായികൾ വന്നു പോകുന്നുണ്ട്, വിശ്വാസികൾ വന്നു പോകുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സുരക്ഷയ്ക്കായി നാരായണി സേന എന്ന പ്രത്യേക ഒരു സംഘം തന്നെ ഈ ഭോലെ ബാബയ്ക്കുണ്ട്. നിരവധി ആളുകൾ, 100-കണക്കിന് ആളുകൾ ഇയാളുടെ സുരക്ഷയ്ക്കായി മാത്രം, ഇദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കായി മാത്രം ഈ നാരായണി സേന എന്ന വിഭാഗത്തിൽ ഉണ്ട്. ഇവർക്കൊപ്പം ആഡംബര കാറുകളിലാണ് ഇദ്ദേഹത്തിന്റെ സഞ്ചാരമെന്നും മനസ്സിലാക്കുന്നു. ഇനി ഇദ്ദേഹം ഇയാൾ പ്രഖ്യാപിത ദൈവമാകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ജീവിച്ചു പോന്നിരുന്നത്, അല്ലെങ്കിൽ അയാളുടെ ചരിത്രം എന്താണ് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നുകൂടി പറയട്ടെ, കൃത്യമായി ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നമുക്ക് യാതൊരുവിധ വിവരങ്ങളും ലഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബഹാദൂർ നഗരിയിലെ, UPയിലെ ബഹാദൂർ നഗരിയിലെ ഒരു കർഷക കുടുംബത്തിലാണ് ഈ ഭോലെ ബാബ ജനിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യത്തെ പേരെന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സൂരജ് പാൽ സിംഗ്. സൂരജ് പാൽ സിംഗ് എന്ന പേരിലാണ് എന്നാണ് ഇയാളുടെ യഥാർത്ഥ നാമം. ഈ വ്യക്തിയുടെ യഥാർത്ഥ നാമം സൂരജ് പാൽ സിംഗ് എന്നാണ്. UP പോലീസിലെ ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു ആദ്യകാലത്തിൽ. 1994 വരെ UP പോലീസിലെ കോൺസ്റ്റബിൾ ആയിരുന്നു ഈ സൂരജ് പാൽ സിംഗ്, ഇപ്പോൾ ഭോലെ ബാബ എന്നറിയപ്പെടുന്ന സൂരജ് പാൽ സിംഗ്. 26 വർഷം മുമ്പ് ഈ ജോലി ഉപേക്ഷിക്കുന്നു. പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. ഈ സർവീസ് 26 വർഷം മുമ്പ് ഒഴിവാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഉപേക്ഷിച്ചതിന് ശേഷം ഈ താൻ ദൈവമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇയാൾക്കുണ്ടായിരുന്നത്. പിന്നീട് ആത്മീയ വഴിയിലേക്ക്, ജോലി ഉപേക്ഷിച്ചതിന് ശേഷമാണ് ആത്മീയ വഴിയിലേക്ക് ഭോലെ ബാബ കടക്കുന്നത്. നാരായൺ സാഗർ ഹരി എന്ന പേര് പിന്നീടാണ് സ്വീകരിക്കുന്നത്. ഈ സൂരജ് പാൽ സിംഗ് എന്ന പേര് ഒരു ദൈവത്തിന് യോജിക്കുന്നതല്ല എന്നുള്ളൊരു തീരുമാനത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് പിന്നീട് പേര് മാറ്റുന്നത്. സ്വയം സാഗർ ഹരി, നാരായൺ സാഗർ ഹരി എന്ന പേര് പിന്നീടാണ് സ്വീകരിക്കുന്നത്. അത് ആണ് ഈ വിശ്വാസികൾ, അനുയായികൾ പിന്നീട് ഭോലെ ബാബ എന്ന പേരിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മതപ്രഭാഷണങ്ങളിലൂടെയാണ് തുടക്കം.
ഈ മതപ്രഭാഷണങ്ങളും മറ്റും നടത്തിക്കൊണ്ടാണ് താൻ ദൈവമാണ് എന്നുള്ള ഒരു വിശ്വാസം വിശ്വാസികൾക്കിടയിലേക്ക്, അനുയായികൾക്കിടയിലേക്ക് ഇദ്ദേഹം കൊണ്ടുവരുന്നത്. ഇന്ന് നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, അതേപോലെ ഉത്തരാഖണ്ഡ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എന്നിവയുൾപ്പെടെ ഇന്ത്യയിലുടനീളം ദശലക്ഷക്കണക്കിന് അനുയായികളാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല മന്ത്രിമാർ, അതുപോലെ രാഷ്ട്രീയ പ്രമുഖർ, പോലീസ് ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ഈ സത്സംഗങ്ങളിൽ, ഇദ്ദേഹം ഒരുക്കുന്ന സത്സംഗങ്ങളിൽ പങ്കെടുക്കാനായി, ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാനായി എത്തുന്നുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട്. യുപിയിലെ അലിഗഡിൽ എല്ലാ ചൊവ്വാഴ്ചയും സത്സംഗ് പരിപാടി ഇദ്ദേഹം ഒരുക്കുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും, ആഴ്ചയിലെ എല്ലാ ചൊവ്വാഴ്ചയും ഇത്തരത്തിൽ സത്സംഗ് പരിപാടികൾ, പ്രാർത്ഥന പരിപാടികൾ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ, 1000-ലധികം ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി, സത്സംഗ് പരിപാടിയിൽ പങ്കെടുക്കാനായി എപ്പോഴും എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ അലിഗഡിൽ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യമാണ് ഈ സാധാരണക്കാരുടെ ഇടയിൽ ഇയാൾക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം. കാരണം ഓരോ ആഴ്ചയിലും ആളുകളുടെ എണ്ണം, വിശ്വാസികളുടെ എണ്ണം, അനുയായികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്രത്തോളം അനുയായികളെ ഇദ്ദേഹം ഉണ്ടാക്കുന്നത് എന്നുള്ളതും പ്രധാനമായും എടുത്തു ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഇതിനു മുമ്പ് വാർത്തകളിൽ നിറയുന്നത് 2022 നമുക്കറിയാം 2022 നോക്കുകയാണെങ്കിൽ കോവിഡ് കാലമാണ്. ഇന്ത്യയിലുടനീളം പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഈ പുറത്തിറങ്ങുന്നതിന് പോലും നിയന്ത്രണം ഉണ്ടായിരുന്ന ആ സമയത്ത് വിവാഹങ്ങളിലും പരിപാടികളിലും ഒക്കെ പങ്കെടുക്കാൻ 50 പേർക്ക് മാത്രമായിരുന്നു അന്ന് അനുവാദമുണ്ടായിരുന്നത്, നമുക്കറിയാം. അപ്പോൾ അന്ന് ഈ 2022 ഇദ്ദേഹം വലിയൊരു സത്സംഗ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് 50,000-ൽ അധികം വിശ്വാസികളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. വെറും 50 പേർക്ക് മാത്രം പങ്കെടുക്കാനുള്ള അനുവാദമുണ്ടായിരുന്ന ആ സമയത്ത് 50,000-ൽ അധികം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആളുകൾക്കിടയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വാധീനം തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഈ 2022 പരിപാടി സംഘടിപ്പിച്ചതിന്, കോവിഡ് നിയന്ത്രണം ലംഘിച്ചതിന് ഇദ്ദേഹത്തിനെതിരെ കേസും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇന്നലെ ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ ഞങ്ങളുടെ പ്രതിനിധി സജു തോമസ് ഹാത്രസിലെത്തുകയുണ്ടായി. സജു ഇപ്പോഴും ഹാത്രസിൽ തുടരുകയാണ്. അവിടെയുള്ള ആളുകളുമൊക്കെ ആയി സംസാരിച്ചതിൽ നിന്ന് സജുവിന് എന്തൊക്കെയാണ് ഈ ഭോലെ ബാബയെക്കുറിച്ച് മനസ്സിലായത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണോ സജു മനസ്സിലാക്കിയത് എന്നും അറിയേണ്ടതുണ്ട്. സജു ചേരുന്നു. ബഹദൂർ നഗരിയിലെ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച സൂരജ് പാൽ സിംഗ് ആദ്യം ജോലി ആരംഭിക്കുന്നത് ഉത്തർപ്രദേശ് പോലീസ് സേനയിലെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടാണ്. പിന്നീട് അദ്ദേഹം ജോലി രാജിവെച്ച് ആത്മീയ രംഗത്തേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി നാരായൺ ഹരിസിംഗ് എന്ന് സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആത്മീയ രംഗം വളർന്നു. അദ്ദേഹം വീണ്ടും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ഭൂലെ ബാബയായി വളരുകയായിരുന്നു. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും മറ്റ് വിശ്വാസികളുമായിരുന്നു അദ്ദേഹത്തെ കാണുവാനായി ഏറെയും വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ രംഗം വളർന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗവും വളർന്നു. ഉത്തർപ്രദേശിന് പുറത്ത് രാജസ്ഥാനിലും മധ്യപ്രദേശിലുമാണ് അദ്ദേഹത്തിന് അനുയായികൾ ഏറ്റവും കൂടുതലായി ഉള്ളത്. വലിയ രീതിയിൽ ആത്മീയ രംഗത്ത് വളർച്ചയുണ്ടായ അദ്ദേഹം നിരവധിയായിട്ടുള്ള വസ്തുവകകളൊക്കെയും സ്വന്തമാക്കുകയും രാഷ്ട്രീയ രംഗത്ത് പോലും സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്ന വലിയ ഒരു വ്യക്തിത്വമായി മാറുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തോടൊപ്പം തന്നെ ആത്മീയ രംഗത്തേക്ക് പ്രവേശിച്ചു. ഇരുവരും ചേർന്ന് ഉത്തർപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സത്സംഗങ്ങൾ നടത്തുകയും ചെയ്തു. ഈ സത്സംഗങ്ങളിൽ പങ്കെടുക്കാനായി രാഷ്ട്രീയത്തിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് എത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്ഥാനം വഹിച്ച അദ്ദേഹം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു സമ്പന്നയിലേക്ക് വളരുക എന്ന ലക്ഷ്യത്തോടു കൂടി മുൻപോട്ട് പോയി. താൻ ദൈവത്തിൻ്റെ പ്രതിരൂപമെന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറയുവാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അന്ധവിശ്വാസം പേറിയുള്ള യാത്രയിൽ നിരവധി ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരായി മാറുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം അന്ധവിശ്വാസം കൊണ്ട് തീർത്ത വലിയ ഒരു മണിമാളിക ഇന്നലെ വലിയ ഒരു പ്രശ്നത്തിൽ കലാശിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ നടന്ന വലിയ അപകടത്തിൽ ഏകദേശം 120-ലധികം ജനങ്ങളാണ് മരണപ്പെട്ടത്. സജുവിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് തന്നെയാണ്. കാരണം അതിനേക്കാൾ കൂടുതലൊന്നും തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക മാധ്യമങ്ങൾക്കുൾപ്പെടെ ഇദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ്. പിന്നെ എങ്ങനെ ഇത്തരത്തിൽ ഒരു അനുയായി വൃന്ദം തന്നെ ഇദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഈ ഹാത്രസ് അപകടം നോക്കുകയാണെങ്കിൽ 122 പേർ മരിച്ചു എന്നുള്ളത് സർക്കാരിന്റെ കണക്കുകളാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഈ ദൃക്സാക്ഷി നൽകുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതിലും മുകളിലാണ് ഈ മരണസംഖ്യ.
സ്വയം പ്രഖ്യാപിത ആൾദൈവമായ ഭോലേബാബയുടെ കാലിനടിയിലെ മണ്ണ് ശേഖരിക്കാൻ പോയവരാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന പരിപാടിയിൽ പങ്കെടുത്തവരും അതുപോലെ തന്നെ ദൃക്സാക്ഷികളും ഒക്കെ തന്നെ പറയുന്നത്. അവരാണ് മരിച്ചിരിക്കുന്നത്. സംസ്കാര സമ്പന്നരെന്ന് അവകാശപ്പെടുമ്പോഴും ആൾദൈവങ്ങളെ ആരാധിക്കുകയാണ് നമ്മൾ. വരും കാലത്തെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കേണ്ടതില്ലേ? എന്നാണ് ഈ അന്ധവിശ്വാസങ്ങൾക്ക് ഒരു അവസാനമുണ്ടാവുക? ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്.